ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഫിഷ് ബിരിയാണി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ആവോലിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. നെയ്മീൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ആവോലിയാണ് എടുത്തത്. 1 കിലോ ആവോലി എടുത്തിട്ടുണ്ട്. 1 കിലോയിൽ നിന്ന് കുറച്ച് മീൻ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 2 മീൻ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ബാക്കിയുള്ള മീൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ആദ്യം 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. വീട്ടിൽ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചതായിരുന്നു. ഈ മീനിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഞാനിപ്പോൾ ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബസ്മതി റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. ജീരകശാല റൈസ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ റൈസ് നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ജീരകശാല റൈസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് 20 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടി വറുത്തെടുക്കാനുള്ള ഐറ്റംസൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ആദ്യം ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യം സവാള വറുത്തെടുക്കാം. 2 വലിയ സവാളയാണ് ഞാനിപ്പോൾ ഇവിടെ വറുത്തെടുക്കുന്നത്. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് സവാളയൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. കാഷ്യൂസ് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കിസ്മിസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇപ്പോൾ വറുത്തെടുക്കാനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചതാണ്. ഇപ്പോൾ നമ്മൾ സവാളയും ക്യാരറ്റും ഒക്കെ വറുത്തെടുത്ത ഓയിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മീൻ വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. മീൻ ഒരു സൈഡൊന്നും ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീൻ നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അങ്ങ് വറുത്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു അടി കട്ടിയുള്ള പാത്രം എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇപ്പോൾ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് പേസ്റ്റാക്കി എടുത്തതാണ്. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 5 പച്ചമുളക് ഇതുപോലൊന്ന് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർക്കാം. 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാനിവിടെ എടുത്തത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് നമുക്ക് തക്കാളി വെന്ത് കിട്ടും. ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മീനൊന്ന് വേവിച്ചെടുക്കണം. ഈ മീൻ വെന്തുടഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മസാലയ്ക്ക്. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി നമുക്ക് ദം ചെയ്യുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം നമ്മൾ ഈ മസാല ഇളക്കി കൊടുക്കുമ്പം നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് സാവധാനം ഒന്ന് ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ട റൈസ് നെയ്ച്ചോറായിട്ടാണ് എടുക്കുന്നത്, ഊറ്റിയെടുക്കുന്നില്ല. അതിനുവേണ്ടി ആദ്യം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ഗ്രാമ്പു, 4 ഏലക്ക, 2 കഷ്ണം പട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സവാളയുടെ 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള കുറച്ച് മതിയാകും. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് റൈസിന് വേണ്ടിയിട്ട് 6 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ബസ്മതി റൈസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ജീരകശാല റൈസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമുക്ക് വെള്ളം പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച അരി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 20 മിനിറ്റാണ് ഞാനിപ്പോൾ സോക്ക് ചെയ്ത് വെച്ചത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അരി വേവിച്ചെടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ പോലും നമ്മൾ ഇടരുത്. ലോ ഫ്ലെയിമിലാണ് നമ്മൾ അരി വേവിക്കാൻ വേണ്ടി വെക്കേണ്ടത്. ഇടയ്ക്കിത് 2-3 തവണ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ദം ചെയ്തെടുക്കാം. ദം ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇത്രയും മസാല ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ദം ചെയ്തതിന് ശേഷം ലാസ്റ്റ് മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. കുറച്ച് മതിയാകും, കുറച്ച് ഭാഗം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ആദ്യം റൈസ് ഇട്ട് കൊടുക്കാം. പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചതാണിത്. ഇത് നമുക്കിതിൻ്റെ മേലെ 2-3 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിൽ കുങ്കുമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാലിലിട്ട് വെച്ചതിന് ശേഷം ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ക്യാരറ്റും കറിവേപ്പിലയും സവാളയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാല ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ റൈസ് വെക്കാം. മഞ്ഞൾപ്പൊടി കലർത്തിയ പാൽ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. വറുത്ത് വെച്ച സവാളയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. നെയ്യിടാം. കുറച്ച് മല്ലിയില ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രം മതിയാകും. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ച മസാല ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതേ പ്രൊസീജിയർ തന്നെ ഒന്നുകൂടെ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതുപോലുള്ളൊരു തവ ചൂടാക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കണം. എത്രത്തോളം ലോ ഫ്ലെയിം ആക്കി വെക്കാൻ പറ്റുമോ അത്രയും ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ വെക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്